ഓക്കെ, അപ്പം സിജ ആൻഡ് റിയ റെഡ് കാർപ്പറ്റിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്വാഗതം. അതായത് ഇതിന്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളൂ. അതായത് അവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ ടാലന്റ് എന്താണോ അത് അവർക്ക് കാണിക്കാനുള്ള ഒരു വേദിയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഇൻസ്പയർ ചെയ്ത ഏതെങ്കിലും അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടോ നിങ്ങളുടെ പിന്നിൽ? എന്റെ പിന്നിൽ ഡെഫിനറ്റ്ലി ഉണ്ട് എന്റെ അമ്മയാണ് എനിക്ക് സ്ട്രെങ്ത്തും എനിക്ക് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം അതിന്റെ ഫുൾ ക്രെഡിറ്റ് അമ്മയ്ക്കാണ്. റിയയുടെ കാര്യത്തിൽ എനിക്ക് അറിയാം ആന്റി തന്നെയായിരിക്കും അതിനുള്ള ഉത്തരം. സിജിയുടെ കാര്യത്തിൽ അങ്ങനെ ആരാണ്? ഓബ്വിയസ്ലി നമ്മുടെ വീട്ടില് ആദ്യം നമ്മൾ ദ ഫസ്റ്റ് ഫീമെയിൽ നമുക്ക് എല്ലാവർക്കും അമ്മയാണ്. എനിക്ക് തോന്നുന്നു ഫാമിലി സപ്പോർട്ട് കിട്ടുന്നത് ആസ് എ ഫീമെയിൽ, ഇപ്പൊ സിസ്റ്റേഴ്സ് ആയാലും അത് കഴിഞ്ഞിട്ടാണ് സിസ്റ്റേഴ്സും ഫ്രണ്ട്സും ഒക്കെ വരുന്നത്. സോ അമ്മയാണ് കൂടുതൽ എൻ്റെ ഒരു ലൈഫിൽ ഒരു ഫാമിലി സപ്പോർട്ട് അല്ലല്ലോ, സോറി, ഒരു സപ്പോർട്ട്. അമ്മയിൽ എന്താണ് അമ്മയിൽ അത്രയും ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയ എന്തെങ്കിലും കാര്യമുണ്ടോ? അതായത് അമ്മയിൽ നിന്ന് ഈ ക്വാളിറ്റി എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യണം എന്ന് തോന്നിയത്? സപ്പോർട്ടീവ് ആവാം. ബിക്കോസ് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ നോക്കുമ്പോൾ പെൺകുട്ടികൾക്ക് കുറേ ഫ്രീഡം കിട്ടുന്നുണ്ട്. അതിൻ്റെ മെയിൻ സപ്പോർട്ട് നമ്മുടെ പേരൻസ് ആണ്. ബിക്കോസ് അവർ അത്രത്തോളം ചേഞ്ച്, അവരും ആ ജനറേഷനോടും ചേഞ്ച് ആയാൽ മാത്രമേ നമുക്ക് ഈ ഫ്രീഡം കാര്യം കിട്ടത്തുള്ളൂ. നമുക്ക് ഒരു വീട്ടിൽ നിന്നാണ് നമ്മുടെ ബേസ് ഉണ്ടാവുന്നത്. അത് ആ അടിത്തറ എത്രത്തോളം സ്ട്രോങ് ആവുന്നതനുസരിച്ചിരിക്കും നമ്മുടെയൊക്കെ ഐഡന്റിറ്റി, നമ്മുടെയൊക്കെ പേഴ്സണാലിറ്റി, ഈവൻ നമ്മുടെ ഡ്രീംസ് ആയാലും. അത് എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഫാമിലി സപ്പോർട്ട് ഉള്ളപ്പം കുറച്ചും കൂടി ഈസിയർ ആണ് ഡ്രീംസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ. യെസ്, അപ്പോൾ അമ്മയാണ് ഇവർ രണ്ടുപേരുടെയും റോൾ മോഡൽ എന്ന് ഇവർ പറഞ്ഞിരിക്കുകയാണ്. അടിപൊളി. അപ്പോൾ റിയ, നമുക്ക് റിയയുടെ ഡബ്ബിങ്ങിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, അതായത് കുറേ മൂവീസിൽ കുറേ ഹീറോയിൻസിനും അല്ലെങ്കിൽ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സിനും ഒക്കെ വേണ്ടി ഡബ് ചെയ്തു. അപ്പോൾ ഈ അടുത്തിടെ ചെയ്തതിൽ അയ്യപ്പനും കോശിയിലെ ക്യാരക്ടർ അല്ലെങ്കിൽ അഞ്ചാം പാതിര, അതൊക്കെ ആൾക്കാർ ഒരുപാട് ശ്രദ്ധിച്ച ക്യാരക്ടേഴ്സ് ആണ്. സോ അതിലേക്കൊക്കെ ഉള്ളൊരു അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ അല്ലെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ഡബ്ബിംഗ് എന്ന് പറയുന്നത് കുറെ കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം ആദ്യം ഭയങ്കര മടിയായിരുന്നു ഡബ് ചെയ്യാനായിട്ട്, തീരെ താല്പര്യമില്ല. കാരണം കുറച്ചധികം പണിയെടുക്കാനുണ്ട്, എന്നെ കൊണ്ട് പറ്റില്ല. പിന്നെ ഇതുപോലത്തെ ചാലഞ്ചിങ് ക്യാരക്ടേഴ്സ് കിട്ടുമ്പോൾ എനിക്കൊരു ചാലഞ്ചാണ്. ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത്, ആ രീതിയിൽ അവർക്ക് എന്താണ് എൻ്റെ ഭാഗത്തു നിന്ന് എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, ആ ക്യാരക്ടറിന് കുറച്ചുകൂടി ഒരു ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് എൻ്റെ ഭാഗത്തു നിന്ന് എന്താ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഭയങ്കര ചാലഞ്ചിങ് ആയിട്ട് ക്യാരക്ടേഴ്സ് കിട്ടുമ്പം പ്രിപ്പറേഷൻ എന്ന് പറയാനായിട്ട് ഞാൻ അങ്ങനെ ഒന്നും പ്രിപ്പയർ ചെയ്യാറില്ല. ആ സമയത്ത് കാണും, ആ സമയത്ത് എന്താണ് നമ്മുടെ ഒരു ഐഡിയ, പിന്നെ ഡയറക്ടർ എന്തായാലും നമുക്ക് പറഞ്ഞൊരു ക്യാരക്ടർ ഇതാണെന്നുള്ളത്, അങ്ങനെ ആ സമയത്ത് ചെയ്യുന്നതാണ്. വേറെ ഏതൊക്കെയാണ് ചെയ്തിരിക്കുന്ന മൂവീസ്? പെട്ടെന്ന് ഒരു ലിസ്റ്റ് ഓഫ് മൂവീസ് പറയാൻ ഇത് അടുത്ത് വന്നതാണ്. അങ്ങനെ നോർത്ത് 24 കാതം സ്വാതി റെഡിക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. മോസയിലെ കുതിരമീനുകൾ, ഇഷ്കില് ഹീറോയിൻ ആനെ ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ നെല്ലിക്ക സിനിമയിൽ ഞാൻ സിജാറോസിനെ ഡബ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രിമാരടക്കം മുഴുത്തവന്മാരൊക്കെ നിന്റെ കക്ഷത്തിലുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ എന്ത്? അല്ല, ഏത് നാടകക്കാരനാടാ നിനക്ക് വാചകങ്ങളൊക്കെ എഴുതരുന്നേ? നിന്റെ അപ്പനാ? അടങ്ങട ചക്ക, നീ കുറെ ലോകം കണ്ടിട്ടുണ്ടാവും, പക്ഷേ അടുത്ത് നിന്ന് കണ്ടൊന്നും നീ കണ്ടിട്ടില്ല കേട്ടോ. അല്ല, അത് അങ്ങനെ പോയാ നിന്റെ അമ്മച്ചി എത്തില്ലല്ലോ അല്ലേ? അതിനെ അങ്ങ് കൊന്നു കളഞ്ഞേക്കടാ. മോനെ ഓർത്ത് നാണിക്കാതെ ആ പെണ്ണെങ്കിലും ചാവട്ടെ. റൊമാൻസ് വന്നു. എന്തായാലും ഈ ഡബിങ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് സ്പോട്ടായിട്ട് നമുക്ക് വേണ്ടിയിട്ട് സ്പോട്ട് ഡബിങ് ചെയ്ത് കാണിച്ചു തന്നിരിക്കുകയാണ്. താങ്ക് യു, സൂപ്പർ. അപ്പോൾ ഇനി നമുക്ക് സിജ എന്നാണ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് സിനിമ എന്നാണ് എനിക്ക് അറിയേണ്ടത്. ഡ്യൂറിങ് മൈ കോളേജ് ഡേയ്സ് ഞാൻ എനിക്ക് ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസർ എന്ന രീതിയിൽ കയറണമെന്നായിരുന്നു. ദാറ്റ് വാസ് മൈ പ്രൊഫഷൻ. ഐ ഡിസൈഡഡ്. പക്ഷേ അതൊന്നും നടന്നില്ല. പടങ്ങൾ നടന്നു. എനിക്ക് സിനിമയെ പറ്റി ഒന്നും അറിയത്തില്ല. എപ്പോഴാണ് ഈ സ്റ്റാർട്ട് ആക്ഷൻ കട്ട് എന്ന് മാത്രമേ സിനിമ കാണാറുണ്ട്, ആസ്വദിക്കാറുണ്ട്. സോ എൻ്റെ ആദ്യത്തെ സിനിമയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്തായാലും ബിഹൈൻഡ് ദ ക്യാമറാസ് എന്തായാലും വർക്ക് ചെയ്യേണ്ടതായിരുന്നു പണ്ട്. സോ ആ ഓപ്പർച്യൂണിറ്റി എടുത്ത് ഞാൻ ആ സമയത്ത് ആഡ്സ് എല്ലാം ചെയ്യാൻ തുടങ്ങി ആസ് എൻ AD. അൻവരിക്കയുടെ കൂടെ ആദ്യം ചെയ്തു. അത് കഴിഞ്ഞിട്ട് മിലി ചെയ്തു. ട്രാഫിക് ഹിന്ദിയിലാണ് എൻ്റെ ആദ്യത്തെ സിനിമ ഞാൻ അസിസ്റ്റിങ് ചെയ്യുന്നത്. എൻ്റെ ഒരു ബേസിക് പോയിന്റ് വാസ് ടു ലേൺ മോർ അബൌട്ട് സിനിമ. പക്ഷേ അത് എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ് ഡിസിഷൻസ് ആയിരുന്നു. കുറച്ച് ബ്രേക്ക് ഉണ്ടായി, അത് കാരണം
സിനിമകളിൽ കുറച്ച് ബ്രേക്ക് ഉണ്ടായി, പക്ഷെ എന്നാലും ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. അപ്പം ഭാവിയിൽ അങ്ങനെ ഒരു ഡയറക്ടറായി കാണാൻ നമുക്കും താല്പര്യമുണ്ട് എല്ലാവർക്കും. യെസ്, ആൻഡ് നമ്മളെല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്.